സ്മൃതി പരുത്തിക്കാടിന് ഇന്നൊരു ബോധോദയമുണ്ടായി. ഇത്രയും കാലം ഈ നാട്ടിലെ ജനങ്ങൾക്ക് കോൺഗ്രസിനെ പറ്റി പ്രത്യേക ക്ലാസ് എടുപ്പായിരുന്നു. ഇത്രയും മധുര മനോജ്ഞ രാഷ്ട്രീയ സംഘടന ഈ ലോകത്തില്ല. മതേതരത്വം എന്ന് പറഞ്ഞാൽ നിറഞ്ഞു തുളുമ്പുന്നു എന്നായിരുന്നു അവകാശവാദം. ഇന്നിപ്പോ കണ്ണുണ്ടായിട്ടും കാഴ്ചയില്ലാതെ പോയ മഹതിക്ക്, അബിൻ വർക്കിക്ക് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാത്തത് മതം വിലങ്ങുതടിയായെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് കോൺഗ്രസിൽ ഇങ്ങനെയാണോ എന്നൊരു തിരിച്ചറിവുണ്ടായി. എന്തോ ഒരു പുതിയ അറിവ് കിട്ടിയതുപോലെ വൈകുന്നേരത്തെ അന്തിച്ചർച്ചയിൽ വന്നിരുന്ന് അബിൻ വർക്കിക്ക് വേണ്ടി അങ്ങ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിന്റെ മാനദണ്ഡം എന്താണ്? സമുദായ സമവാക്യമാണെങ്കിൽ തെരഞ്ഞെടുപ്പ് എന്തിനാണ് നടത്തിയത്? നാട് മുഴുവൻ സഞ്ചരിച്ച് സമാഹരിച്ച 1,70,000 വോട്ടിന്റെ മൂല്യം തനിക്ക് നൽകിയില്ല എന്നതാണ് അബിൻ വർക്കിയുടെ വിഷമം. തന്നെ വെട്ടിമുറിച്ചാൽ ചുവന്ന ചോരയല്ല ത്രിവർണമാണ് കാണുകയെന്ന വികാരാധീനാകുന്നു അബിൻ. പാർട്ടി വിടില്ല, പാർട്ടി നേതാക്കളെ വിമർശിക്കില്ല. പക്ഷെ തന്നെ കേരളത്തിൽ നിന്ന് നാട് കടത്തരുത് എന്ന അഭ്യർത്ഥനയാണ്. പാർട്ടി നേതൃത്വത്തോടുള്ള മാന്യമായ പ്രതിഷേധം. സർക്കാർ വിരുദ്ധ സമരങ്ങളിൽ ചോര പൊടിഞ്ഞിട്ടും ചാനൽ ചർച്ചകളിൽ പാർട്ടിയുടെ നാവായിട്ടും അബിൻ എന്തുകൊണ്ട് അനഭിമതനായി? ഒറ്റ ഉത്തരമേയുള്ളൂ, രമേശ് ചെന്നിത്തലയുടെ കാൻഡിഡേറ്റാണ് അബിൻ.